പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കടബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ. അത് ജീവിതം കൈവിട്ടു പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന അവസ്ഥ. അതായത് പച്ച കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും സിമ്പിളായിട്ട് അതിൽ നിന്ന് റിലീസാകാൻ അള്ളാഹുവിൻ്റെ ഒരു മഹത്തരമായ ഇസ്മ പറയുന്നുണ്ട്. ആ ഇസ്മ ഒരു 489 വട്ടം, അതാണ് അതിൻ്റെ അതത്. അത് ചൊല്ലാൻ ഇന്ന് തയ്യാറാണോ? ജുമാക്ക് ശേഷം അല്ലെങ്കിൽ സഹോദരിമാരുടെ ദുഹറിന് ശേഷം? അൽഹംദുലില്ലാഹ്, വലിയ സൗഭാഗ്യം ആ ദിക്ർ കൊണ്ട്, ആ ഇസ്മ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ, ഓരോന്നിനും ഫറദിൻ്റെ കൂലിയ, ഒന്നും നഷ്ടപ്പെടരുത് എന്ന് പ്രത്യേകം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന അൻവാർ എഫ്എസിൻ്റെ കുടുംബം, കമൻറ്റിൽ ഒരു സന്തോഷം പറഞ്ഞു വരുന്ന, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന മുഹബ്ബീങ്ങളായ മുഴുവൻ ഉമ്മ ഉപ്പമാർ, സഹോദര സഹോദരിമാർ, എല്ലാ മക്കൾക്കും അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ. നമുക്ക് ഈ റമദാന് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമ്മുടെ നോമ്പ്, നമ്മുടെ തറാവിഹി, നമ്മുടെ നിസ്കാരം എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആഫിയത്തോടെ അല്ലാഹു ആക്റ്റീവായി ചെയ്യാനുള്ള സൗഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പൊരുത്തം നമുക്കും നമ്മുടെ മരിച്ചുപോയവർക്കും അല്ലാഹു തുറന്നു നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പൂരിശാക്കപ്പെട്ട പകലിൽ നമ്മൾ ഒരുമിച്ച് കൂടി. ഇന്നത്തെ പകലിൽ പ്രിയപ്പെട്ടവരെ, നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. വെള്ളിയാഴ്ചയുള്ള കുളി, അത് ജുമാക്ക് പോകുന്നവർ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ജുമാക്ക് പോകുന്നില്ല, വീട്ടിൽ ദുഹർ നിസ്കരിക്കുകയാണ്, എന്നാലും വെള്ളിയാഴ്ചയുടെ ആദാബിൽപ്പെട്ടതാണ്, സുന്നത്താണ്. നിങ്ങൾ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളി, ആ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കുക. അതൊക്കെ പ്രത്യേകിച്ച് പുണ്യം. ആ ഒരു സുന്നത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാത്ത തരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം, സ്വലാത്ത് 300-ൽ കുറയാതെ ചൊല്ലൽ, ദാനധർമ്മങ്ങൾ, ഭയങ്കര കൂലിയല്ലേ സ്വതക്ക, ദാനധർമ്മങ്ങൾ, ഹദിയ കൊടുക്കുക എന്ന് പറയുന്നത്, അത് നമ്മളെ കൊണ്ട് കഴിയണം. ഇന്ന് പരമാവധി ഖുർആൻ ഓതൽ, സ്വലാത്ത് ചൊല്ലൽ, നന്മകൾ പറയൽ, ചുമ്മാ ഇരുന്നിട്ട് ദ്വാരക്ക, ഭയങ്കര ഇബാദത്തല്ലേ. വെറുതെ ഒരു അധ്വാനമില്ല, വെറുതെ ഇരുന്നിട്ട് ചിലപ്പോൾ വാക്കുകൾ പോലും ഉണ്ടാകില്ല. ചുമ്മാ കൈ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് മനസ്സുകൊണ്ടിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, വലിയ ഇബാദത്തല്ലേ. അതെല്ലാം ആക്റ്റീവായി നടക്കണം. അതോടൊപ്പം ഇന്നത്തെ സ്പെഷ്യൽ ദുആ നമ്മളൊന്ന് ചേർത്തി ഒന്ന് നോട്ട് ചെയ്തോളൂ എല്ലാവരും. ഇന്ന് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട സ്പെഷ്യൽ ദുആ അതാണ് ഈ കാണുന്നത്. ഈ ദുആ മനസ്സറിഞ്ഞ് ഒരു വട്ടം നമ്മൾ പറയണം. നമുക്കൊന്ന് പരിചയപ്പെടാം ആ ദുആ. അത് ഈ ദിക്റാണ്. അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സഖതിക വനഖമതിക വവഫിഖ്നി ലിഖിറാഅത്തി ആയാതിക ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ പ്രതീക്ഷയിലേക്ക് എന്നെ അടുപ്പിക്കണം. നിന്റെ കോപം, നിന്റെ ശിക്ഷ എന്നെ തൊട്ട് നീ വിദൂരമാക്കണം പടച്ചവനെ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം, തൗഫീഖ് എനിക്ക് കനിഞ്ഞരുളണം പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആയാണ്. ഈ ദുആ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അൽഹംദുലില്ലാഹ്. ഇതോടൊപ്പം പരിശുദ്ധ റമദാനിൽ ഇന്ന് നിസ്കരിക്കാൻ പോകുന്ന തറാവി നിസ്കാരം വല്ലാത്ത കൂലിയാണ്. അതിൻ്റെ കൂലിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: 3-ാമത്തെ തറാവിഹ് നിസ്കാരം സൗഭാഗ്യമാണ് നിസ്കരിക്കുന്നവർ. എന്താ അതിൻ്റെ കൂലി? തൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുത്തു തന്നിരിക്കുന്നു, കഴിഞ്ഞുപോയ സകല തെറ്റുകളും പൊറുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അർശിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും നമ്മളോട്. ഈ 3-ാമത്തെ തറാവി നിസ്കാരം കഴിയുമ്പോഴേക്ക് ഒരാളും മുടക്കരുത്, സൗഭാഗ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ, ജീവിതം വഴിമുട്ടിപ്പോയവർ, അതായത് ജീവിതത്തിൻ്റെ ഏതു മേഖലയാണെങ്കിലും, കുടുംബജീവിതമാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ, അതേപോലെ തന്നെ സ്ഥാപനം, അതേപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന ദുന്യവിയായ ഏതു മാർഗത്തിലും ഏതു വഴിയിലും കടത്തിൻ്റെ വലിയ ആധിക്യം കൊണ്ട്, ലോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ഭാരിച്ച ബാധ്യതകൾ തലക്കുമീതെ വന്നതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിതം കൈവിട്ട് പോകുകയാണല്ലോ അല്ലാ, സകല പിടുത്തവും വിട്ടല്ലോ റബ്ബേ എന്ന് കരുതി പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ തലോടലാണ് അള്ളാഹുവിൻ്റെ മനോഹരമായ ഒരു പ്രഗത്ഭമായ ഇസ്മുണ്ട്. അത് ചൊല്ലുന്നവർ, അത് ഉപയോഗപ്പെടുത്തുന്നവർ, ഏതു വിഷയത്തിലാണോ
സകല പിടുത്തവും വിട്ടു നിൽക്കുന്നത് അവിടെ വിജയിക്കും. ആ പ്രശ്നം പരിഹരിക്കും. അവിടെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. ഏത് വിഷയത്തിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പഠനം ആഗ്രഹിക്കുന്നവർ, ഒരു ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിൻ്റെ സഹായം ഡയറക്റ്റ് ഇറങ്ങും. വഴിമാറി ഇറങ്ങല്ല, ഡയറക്റ്റ് ഇറങ്ങും. വലിയ സൗഭാഗ്യം കിട്ടും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ അള്ളാഹുവിൻ്റെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇസ്മ, ജുമാ നിസ്കാരം കഴിഞ്ഞ് സഹോദരിമാർ ളുഹർ നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ തിരക്കൊന്നും ഉണ്ടാകില്ലല്ലോ, മനസ്സറിഞ്ഞ് ഇതിൻ്റെ അതത് പറയുന്നത് 489 489. ആ എണ്ണം എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് തീരും. ഈ ഇസ്മ മനസ്സറിഞ്ഞു പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിഷയവും വിജയത്തിലാക്കുമെന്ന് ഉറപ്പാണ്. ഏതാണ് ആ ഇസ്മ? യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോൾ നമ്മുടെ കൈ ഹൃദയഭാഗത്തേക്ക് ചേർത്ത് വെച്ചോളൂ. ഹൃദയഭാഗത്തേക്ക് ഒരു സാന്നിധ്യത്തിന് വേണ്ടി കണ്ണടയ്ക്കുക, കൽബങ്ങട്ട് തുറക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്. ജീവിതത്തിൽ വിജയം നമുക്ക് നൽകുന്ന അള്ളാഹു, നമുക്ക് എല്ലാവിധ ഖൈറും തുറന്നു നൽകുന്ന അള്ളാഹു. ഇതുമാത്രമല്ല, കുടുംബജീവിതത്തിൻ്റെ പിന്നെ നമ്മുടെ ജോലി സംബന്ധമായ, സാമ്പത്തിക വരുമാന സംബന്ധമായ, കടസംബന്ധമായ ഏത് പ്രശ്നമാണോ പരിഹരിച്ച് കിട്ടേണ്ടത്, ഫതഹ് കിട്ടേണ്ടത്, ആ വിഷയത്തിൽ ഫതഹ് ഉറപ്പാണ്. നിങ്ങളുടെ നിയ്യത്ത് വെച്ചോളൂ. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് 489 തവണ നമ്മൾ പാരായണം ചെയ്തു നോക്ക്. അൽഹംദുലില്ലാഹ്, അത്ഭുതകരമായ ഒരു റിസൾട്ട് നമുക്ക് വരും. ഇനി ജുമാക്ക് ശേഷം പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് അസർ കഴിഞ്ഞിട്ടെങ്കിലും മഗ്‌രിബിന് മുമ്പായി 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പാരായണം ചെയ്താൽ വലിയ സൗഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തുൽ ഫതഹ് വിജയം നൽകുന്ന സൂറത്ത്. ആ സൂറത്തിൻ്റെ വലിയ സൗഭാഗ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യാ ഫത്താഹു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ. ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ എണ്ണത്തിൽ പാരായണം ചെയ്ത്, ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ്, ഒരു കുഴപ്പമില്ല. ഈ ഇസ്മ ചൊല്ലിയിട്ട് ഇന്ന് ജുമാക്ക് ശേഷം ദുആ ചെയ്യുന്നൊരു പതിവ് നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം ചേർത്തി മനസ്സിലാക്കണം, ഈ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമുക്ക് വലിയ സന്തോഷവും റാഹത്താണ്. ആ റാഹത്ത് നമ്മളാക്കിയ കാരണവന്മാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയ സന്ദർഭമാണ്. ദുആ പ്രതീക്ഷിക്കുന്ന വീട്ടിലിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ കിടക്കുന്ന നമ്മുടെ കാരണവന്മാരായ ഉമ്മമാർ, ഉപ്പമാർ അവരുടെ വീട്ടിൽ നിന്നുള്ള ദുആ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ദുആയിൽ അവരെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ഓർക്കണം. സഹോദരന്മാർ സിയാറത്ത് മസ്റ്റാക്കണം. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ സിയാറത്ത് സുന്നത്താണെങ്കിൽ, ഈ വെള്ളിയാഴ്ചയിൽ സിയാറത്ത് സുന്നത്താണെങ്കിൽ പോലും അതിൻ്റെ കൂലി ഫറലിൻ്റെ കൂലിയാണ്. ഫറൽ നിസ്കരിച്ചാൽ കിട്ടുന്ന, ഫറലായ ഒരു കർമ്മം ചെയ്താൽ കിട്ടുന്ന അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ പോവുകയാണ്. ഇന്നത്തെ സിയാറത്തിന് വല്ലാത്ത ഫളിലാണ്. അപ്പോൾ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവേ, ഞാൻ എൻ്റെ ബാപ്പിച്ചയെ, ഉമ്മിച്ചിയെ, എൻ്റെ വല്ലുപ്പയെ, വല്ലുമ്മയെ, ഉസ്താദുമാരെ, എൻ്റെ കുട്ടുകുടുംബാദികളെ, ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ഖബറാളികളെയും ഞാൻ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വന്നാണ്. അള്ളാഹ് കൂലി നൽകണേ പടച്ചോനെ. നിയ്യത്തോട് കൂടെയാണെങ്കിൽ, ചുമ്മാ പോയി വന്നിട്ട് കാര്യമില്ല, നിയ്യത്തോട് കൂടെയാണെങ്കിൽ ആ കിടക്കുന്ന മുഅ്മിനീങ്ങൾ എത്രയുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു നന്മ നമുക്ക് നൽകും. അതിലൊരുപാട് മുഅ്മിനീങ്ങളുണ്ടാകും, ഒരുപാട് ഖബറുകൾ, സ്വർഗമുണ്ടാകും. സ്വർഗത്തിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിയാറത്ത് നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവരുടെ ശഫാഅത്ത് കൊണ്ട് നാളെ സ്വർഗം നേടാൻ പറ്റും. ആ പറ്റുന്ന പ്രധാനപ്പെട്ട അമൽ, സാധാരണ നമ്മൾ അത് ബറാത്തു രാവിലോ 27-ാം രാവിലേക്ക് ആക്കുന്നൊരു പതിവുണ്ട്. പക്ഷേ റമദാനിൻ്റെ എല്ലാ വെള്ളിയാഴ്ചയിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നിർബന്ധമായി നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ നമ്മളൊന്ന് പോയി 5 മിനിറ്റ് നിൽക്കണം, ഓതണം, ദുആ ചെയ്യണം. അതുകൂടെ പ്രത്യേകിച്ച് ഓർക്കണം, ഇന്ന് അസർ കഴിയുമ്പോൾ വല്ലാത്ത ഇജാബത്തുള്ള നേരമാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച നേരമാണ് അസർ തീരാൻ പോകുന്ന നേരം. അവിടെ ഇരട്ട ഇജാബത്തുണ്ട്. ഒന്ന് വെള്ളിയാഴ്ച അസർ തീരാൻ പോകുന്ന നേരം, അതോടൊപ്പം നോമ്പ് തുറക്കാൻ പോകുന്നതിനോടടുത്തുള്ള നേരം. അല്ലാഹു ഖൽബിൽ സന്തോഷമിട്ട് തരും. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു തരും. ഓർമ്മയോടുകൂടെ നമ്മൾ പാരായണം ചെയ്യണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ദുആ ചെയ്യണം. നിങ്ങളെ ഉൾപ്പെടുത്താതെ ദുആ ഇല്ല. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എല്ലാ വിഷമവും അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر